ഹലോ, ഞങ്ങളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നതെന്ന്. ഈ ബർമ ബ്രിഡ്ജ് കയറാൻ പറ്റി എന്നുള്ളത് മാത്രമല്ല എക്സൈറ്റ്മെൻറ്റിൻ്റെ കാരണം. ഈ ബർമ ബ്രിഡ്ജ് ഉണ്ടാക്കിയത് ഞങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ടാണ്. ഞങ്ങളുടെ സിവിൽ ഡിഫൻസ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് 3-ാമത്തെ ദിവസം ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ബർമ ബ്രിഡ്ജ് ഉണ്ടാക്കി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബർമ ബ്രിഡ്ജ് എന്താണെന്നുള്ളത്. അടിയന്തരമായ സാഹചര്യങ്ങളിലൊക്കെ രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് ബർമ ബ്രിഡ്ജ്. ഇത് ടി വിയിൽ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇത് ഉണ്ടാക്കാൻ പറ്റുമെന്നോ അതിൽ കയറാൻ പറ്റുമെന്നോ ഒന്നും ഞാൻ വിചാരിച്ചതല്ല കേട്ടോ. ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് കൂട്ടായ പ്രവർത്തനത്തോടു കൂടി ഞങ്ങളുടെ എല്ലാവരുടെ എഫേർട്ട് ഈ ഒരു ബർമ ബ്രിഡ്ജ് ഉണ്ടാക്കുന്നതിനകത്ത് ഉണ്ടായിരുന്നു. ഓഫീസേഴ്സ് ഇതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഞങ്ങൾക്ക് നേരത്തെ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ കിട്ടുന്ന കെട്ടുകൾ, ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, എല്ലാ രീതികളും അവർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഹെൽപ്പും ഞങ്ങൾക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും വളരെയധികം എക്സൈറ്റ്മെൻറ്റോടു കൂടി, വളരെയധികം സന്തോഷത്തോടു കൂടി, ഉത്സാഹത്തോടു കൂടി തന്നെയാണ് ഇത് ചെയ്തത്. സിവിൽ ഡിഫൻസിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയതുകൊണ്ട്, സിവിൽ ഡിഫൻസ് വോളണ്ടിയർ ആകാൻ പറ്റിയതുകൊണ്ട് ഇതൊക്കെ ചെയ്യാനും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ പറ്റി. ഞങ്ങളെല്ലാവരും ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സമൂഹത്തിന് വേണ്ടി ദുരന്ത സാഹചര്യങ്ങളിലൊക്കെ ഫയർ റെസ്ക്യൂ ടീമിനോടുകൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ വളരെയധികം എഫേർട്ട് എടുത്ത് വന്നവരായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ കേട്ടോ. ഇതിനെ പറ്റിയിട്ടുള്ള സിവിൽ ഡിഫൻസ് ട്രെയിനിങ്ങിനെ പറ്റി, സിവിൽ ഡിഫൻസിൽ എങ്ങനെയാണ് ചേരേണ്ടത് എന്നതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് സപ്പോർട്ട് ചെയ്ത് കൂടിക്കോളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.